നവംബർ 17 33 ആഴ്ചയിലെ തിങ്കളാഴ്ച. ലൂക്ക 18 35 മുതൽ 43 വരെ വാക്യങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ ഒറ്റയ്ക്കാണെന്ന് സങ്കല്പിക്കുക. പെട്ടെന്ന് യേശുനാഥൻ പ്രത്യക്ഷപ്പെട്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുന്നു ആണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും യേശുവിനോട് പറയുക? എനിക്ക് ധാരാളം പണം വേണം, ഒരു ലോട്ടറി അടിക്കണം, ഒരു നല്ല ജോലി, അല്ലെങ്കിൽ ഒരു നല്ല ഭർത്താവിനെയോ ഭാര്യയോ കണ്ടെത്താൻ സഹായിക്കണം, എൻ്റെ തലവേദന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം സുഖപ്പെടുത്തണം, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഒരു അന്ധനോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് വളരെ വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു. കർത്താവേ, എൻ്റെ കാഴ്ച ശക്തി വീണ്ടെടുക്കണമേ, അവൻ പറഞ്ഞു. സുഖം പ്രാപിക്കാനുള്ള തൻ്റെ ആഗ്രഹത്തിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനാൽ അവൻ യേശുവിനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. യേശു അവൻ്റെ അപേക്ഷ കേട്ട് അവൻ ആവശ്യപ്പെട്ടത് സാധിച്ചു കൊടുത്തു. പ്രാർത്ഥനയിൽ മാത്രമല്ല, മനുഷ്യൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും സ്ഥിരോത്സാഹം വലിയൊരു ശക്തിയാണ്. സ്ഥിരോത്സാഹമുള്ള വ്യക്തിക്ക് ഒന്നും തടസ്സമല്ല. അന്ധൻ യേശുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ അവനിൽ വിശ്വസിച്ചു. അങ്ങനെ അവന് കാഴ്ചയുടെ അനുഗ്രഹം ലഭിച്ചു. അവൻ്റെ വിശ്വാസം അവനെ രക്ഷിച്ചു എന്ന് യേശു വ്യക്തമായി പറയുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഒന്നും അസാധ്യമല്ല. കാഴ്ച ലഭിച്ചതിന് ശേഷം ബാർത്തിമിയോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവനെ യേശുവിനെ അനുഗമിക്കുകയും ചെയ്തു. ഈ അത്ഭുതം കണ്ട ആളുകൾ ദൈവത്തെ സ്തുതിച്ചു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഓരോരുത്തർക്കും ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നാം അവ കാണാതെ പോകുന്നു. അങ്ങനെ ഒരു തരത്തിൽ നമ്മളും അന്ധരാണ്. അവൻ്റെ നന്മയും കരുണയും കാണാൻ കഴിയേണ്ടതിന് ഇന്ന് നമുക്ക് കർത്താവിനോട് കാഴ്ച എന്ന ദാനം ചോദിക്കാം. മാത്രമല്ല, നന്ദിയുള്ള ഒരു മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാം. അർഹരായവർക്ക് അത് നൽകാൻ നമുക്ക് പഠിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമുക്ക് അവനോട് നന്ദി പറയാം, അവനെ സ്തുതിക്കാം. യഥാർത്ഥത്തിൽ അർഹിക്കുന്ന എല്ലാ മഹത്വവും നമുക്ക് ദൈവത്തിന് നൽകാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.